കൊച്ചിയിലെ നടന്മാരുടെയും മറ്റ് വ്യവസായികളുടെയും വീട്ടിലും അടക്കം പരിശോധന നടക്കുന്നു. ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ, നികുതിയില്ലാത്ത വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തു എന്ന ആക്ഷേപത്തിലാണ് പരിശോധന നടക്കുന്നത്. എത്ര വാഹനങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ഇതിൽ ആരൊക്കെയാണ് ഇതിൽ ഭാഗമായിരിക്കുന്നത്, ഇപ്പോൾ പുറത്തു വന്ന നടന്മാർക്ക് പുറമെ മറ്റാർക്കൊക്കെ പങ്കുണ്ട്, അവർക്ക് ഇടങ്ങളിൽ പരിശോധന നടക്കുമോ, ഒപ്പം തന്നെ വ്യവസായികൾ ആരൊക്കെയാണ്, അവർക്കും ഈ വാഹനഭ്രമമുള്ളവരെ എല്ലാവരെയും ഇത്തരം തട്ടിപ്പ് സംഘം ചതിയിൽപ്പെടുത്തുകയായിരുന്നു, അതല്ലെങ്കിൽ ഇവരുടെ അറിവോടുകൂടി തന്നെയാണോ ഇത്തരമൊരു നീക്കം ഉണ്ടായത്? അങ്ങനെ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും വിപുലമായ പരിശോധനയാണ് ഇത് സംബന്ധിച്ച് കസ്റ്റംസ് നടക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. കസ്റ്റംസിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം കൂടി നമുക്ക് വരേണ്ടതുണ്ട്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇതൊരു രാജ്യവ്യാപകമായ പരിശോധനയുടെ ഭാഗമാവാം. കേരളത്തിലേക്ക് മാത്രമായിരിക്കില്ല ഈ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രമാത്രം എന്ന് കസ്റ്റംസ് കേന്ദ്രങ്ങൾ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഇപ്പോൾ കൊച്ചിയിലെ ഈ രണ്ട് നടന്മാരും ചില വ്യവസായികൾക്കും അപ്പുറം കേരളത്തിൽ വിപുലമായി ഈ വാഹനങ്ങൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? കാരണം വാഹനഭ്രമമുള്ള നിരവധി ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായിരുന്നിരിക്കാം. അങ്ങനെ എത്ര വിപുലമാണ് ഇങ്ങനെ ഒരു വാഹനക്കടത്ത് നടന്നിരിക്കുന്നത്? അതിൽ കേരളത്തിൽ എത്രമാത്രം ഇങ്ങനെയൊക്കെ ഒരു സൂചനകൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി കിട്ടുന്നുണ്ടോ? ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. സത്യത്ത് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം, അതായത് ഒരു 6:30 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ കഴിയും. രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു റെയ്ഡാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ, ഭൂട്ടാനിലെ പട്ടാളക്കാർ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങൾ, അത് പിന്നീട് ഇടനിലക്കാർ ഇത് കുറഞ്ഞ വിലയ്ക്ക് അവരിൽ നിന്ന് വാങ്ങുകയും അത് പിന്നീട് കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ആളുകൾ വാങ്ങുമ്പോൾ, ഈ ആഡംബര വാഹനങ്ങൾ വാങ്ങുമ്പോൾ അവർ ഇരട്ടി തുക നൽകിയാണ് ഈ വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. അതിന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ, വലിയൊരു മാഫിയ സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നികുതി വെട്ടിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കുന്നവരെ, ആ വാഹനങ്ങൾ കണ്ടുകെട്ടുക, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ടോ, അവരുടെ അറിവോടുകൂടി തന്നെയാണോ ഈ ഒരു വാഹനം തട്ടിപ്പ് നടക്കുന്നത്, ഈ നികുതി തട്ടിപ്പ് നടക്കുന്നത് എന്നതിലൊക്കെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നത്. അതിൽ എന്തായാലും വൈകിട്ടോടുകൂടി പരിശോധന പൂർത്തിയാക്കി എന്താണ് ഇവർ എത്ര വാഹനങ്ങൾ കണ്ടുകെട്ടി, എന്താണ് ഈ നടന്മാർക്ക് ഇതിൽ പങ്കുണ്ടോ, അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ നൽകുവാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 6:30 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നടന്മാർക്ക് ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുക, അല്ലെങ്കിൽ നടന്മാരെന്താണ് ഇതിൽ വിശദീകരണം നൽകുക എന്നത് നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കേരളത്തിലില്ല എന്നാണ് ഏകദേശം ഉറപ്പിച്ച് പറയുന്ന വിവരം. ദുൽഖർ സൽമാൻ ചെന്നൈയിലാണ്, ഒരു സിനിമാ ലൊക്കേഷനിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദുൽഖറും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം തരും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഇങ്ങനെ ഒരു അടിസ്ഥാനം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു മാഫിയ സംഘത്തെക്കുറിച്ച്, ഈ ഒരു തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്, എങ്ങനെയാണ് ഇവരുടെ അന്വേഷണം പുരോഗമിക്കുന്നത്, എത്ര നാളായിട്ടുള്ള ഇവരുടെ ഒരു നിരീക്ഷണത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ റെയ്ഡിലേക്ക് എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അതിനുവേണ്ടി കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും പൃഥ്വിരാജിന്റെ പനമ്പള്ളിയിലെ വീട്ടിലും മറ്റൊന്ന് എളംകുളത്തെ വീട്ടിലും, ഈ രണ്ടിടങ്ങളിലാണ് പോലീസിന്റെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എളംകുളത്തെ വീട്ടിലാണ്, ദുൽഖർ സൽമാന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ആളുകളില്ല. കുടുംബമായി തന്നെ ഇവർ ചെന്നൈയിലേക്ക് കുറച്ചു നാളായി അവർ മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് താമസം. ദുൽഖർ സൽമാനും ഈ വീട്ടിലില്ല. മറ്റു കുടുംബാംഗങ്ങൾ ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ ഈ പറയുന്ന വാഹനങ്ങൾ, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തേടി വന്ന വാഹനങ്ങൾ പനമ്പള്ളിയിലെ വീട്ടിലോ അല്ലെങ്കിൽ ഈ എളംകുളത്തെ വീട്ടിലോ ഉണ്ടാകുമെന്ന് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കരുതുന്നത്. കാരണം ഇവിടെ രണ്ടിടങ്ങളിലായാണ് ഇവരുടെ വാഹനങ്ങളുടെ ശേഖരമുള്ളത്, ഗ്യാരേജ് ഉള്ളത് ഈ രണ്ട് വീടുകളിലുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് വീടുകളിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഏകദേശം 4 മണിക്കൂറിലേക്ക് അടുക്കുന്നു ഈ ഒരു പരിശോധന നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കണം. കാരണം ഇവർ കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങൾ ഇവിടെ തന്നെയാണ് രണ്ടുപേരും സൂക്ഷിക്കുന്നത്. ഈ
പ്രത്യേകിച്ച് ദുൽഖർ സൽമാന് വലിയ ഈ വാഹനങ്ങളോട് വലിയ ഈ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുന്ന അങ്ങനത്തെ ഒരു ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ആയിക്കോട്ടെ. ആ രീതിയിലേക്ക് ആണ് ദുൽഖർ സൽമാനിലേക്കും അന്വേഷണം എത്തുന്നത്. ദുൽഖറും വാങ്ങിയ വാഹനത്തിൽ ചില സംശയങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ചില മൊഴികളും ചില രേഖകളും ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരിൽ നിന്ന് തന്നെ നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ കഴിയും. ഇവിടെ മാത്രമല്ല 30 ഇടങ്ങളിൽ പരിശോധനയുണ്ട്. അതിൽ കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഈ നടന്മാർ വാങ്ങിയ വാഹനങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നടന്മാർ അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഇവർ 3 പേരും സ്വന്തമാക്കിയ ആഡംബര വാഹനം അതിന് നികുതി അടച്ചിട്ടില്ല, അല്ലെങ്കിൽ നികുതി വെട്ടിപ്പിലൂടെ കേരളത്തിലേക്ക് എത്തിയ വാഹനമാണ് ഇവർ സ്വന്തമാക്കിയതെന്നാണ് കസ്റ്റംസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആ വാഹനം കണ്ടുകെട്ടുക എന്നുള്ളതായിരിക്കും അടുത്ത നീക്കം. ഇതിന് ശേഷമായിരിക്കും ഇവരിൽ നിന്നൊക്കെ ഒരു വിശദീകരണം, ആവശ്യപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകുക. അതൊക്കെ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലായിരിക്കും ആ ഘട്ടങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നത് 2 കാര്യമായിരിക്കും. ഒന്ന്, ഈ പറയപ്പെടുന്ന ഈ നികുതി വെട്ടിച്ചു എന്ന് പറയപ്പെടുന്ന വാഹനം ഇവരുടെ കയ്യിൽ ഇപ്പോഴുമുണ്ടോ, അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അത് കണ്ടുകെട്ടുക. പിന്നീടായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ ചില കാർ ഷോറൂമുകളിലുമൊക്കെ പരിശോധനയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വില കൂടിയ ആഡംബര വാഹനങ്ങൾ ഇവർ സ്വന്തമാക്കിയത് നികുതി വെട്ടിച്ചാണ് എന്നതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ആ നികുതി വെട്ടിപ്പിൽ ഇവർക്ക് പങ്കുണ്ടോ, ഈ ഉദ്യോഗസ്ഥരുടെ പങ്കോടുകൂടി തന്നെയാണോ, ഈ നടന്മാരുടെ പങ്കോടുകൂടി തന്നെയാണോ ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നതിലാണ് അടുത്തതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന്റെ പരിശോധന നടക്കുകയാണ്. അമിത് ചക്കാലിക്കിന്റെ ടൊയോട്ടോ പ്രാഡോ, ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ, ഈ 2 വാഹനങ്ങളുമാണ് നികുതി വെട്ടിച്ചത്. ഒപ്പം പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡറും ഇങ്ങനെ ഭൂട്ടാനിൽ നിന്നും എത്തിയ വാഹനമാണെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ കണ്ടെത്തി തുടർ നടപടികളിലേക്ക് കടക്കുവാനാണ് അടുത്ത നീക്കം. യെസ്, അതാണ് സാഹചര്യം. നവമി സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്തും ഒപ്പം തന്നെ കോഴിക്കോടും പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യവസായികളുടെ വീടാണോ അതല്ലെങ്കിൽ മറ്റ് സിനിമാ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് നടക്കുന്നത്. കാരണം ഈ വാഹനങ്ങളുടെ പഴക്കം തന്നെയാണ് അതിന് മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ നടന്മാർക്കൊക്കെ ഇതിനോട് പ്രിയമുണ്ടായിരിക്കുന്നത്. ഭൂട്ടാനിൽ അവിടെ സൈന്യം, മിലിറ്ററി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ്. പിന്നീട് അവരവിടുന്ന് അത് ലേലം ചെയ്ത് മറിച്ചു വിൽക്കുന്ന വാഹനങ്ങളാണ്. അത് വാങ്ങുന്ന ഒരു സംഘമുണ്ട്. അവർ തുച്ഛമായ തുകയ്ക്ക് അത് വാങ്ങി